നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധിയിൽ മാറ്റമില്ലാതെ കേരളം. വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് നിയമസഭാ മണ്ഡലവും UDFും ചേലക്കര LDFും നിലനിർത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മഹായുതിയും ഝാർഖണ്ഡിൽ JMഉം തുടർഭരണം ഉറപ്പാക്കി. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നയിച്ച മഹാവികാസ് അഘാഡി നിലം പരിശായി. ജയപരാജയങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് ജനം ഡിബേറ്റ്. CMP നേതാവ് CP ജോൺ, BJP വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഭാസ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരിക്കൽ കൂടി പ്രേക്ഷകരെയും. നിജേഷ്, വയനാട്ടിലെയും പാലക്കാട്ടെയും തകർപ്പൻ ജയത്തിന് അഭിനന്ദനങ്ങൾ ആദ്യം അറിയിച്ചുകൊള്ളുന്നു. ഈ വിജയം പ്രതീക്ഷിച്ചതാണോ? ഇപ്പോൾ വയനാട്ടിൽ ഇത്ര ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കരുതിയിരുന്നു. മാത്രമല്ല, പാലക്കാട് അവസാന ലാപ്പിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പാലക്കാട്ടെ വിജയം, അതും ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നും കരുതിയിരുന്നു. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ, അതായത് ശ്രീ ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് ഉറപ്പായിരുന്നു. കാരണം എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഏകോപന രീതിയിലല്ല, പ്രത്യേകിച്ചും ഇടതുപക്ഷം കോൺഗ്രസിൽ നിന്നൊരാളെ തട്ടിക്കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ട ആളാണ്. ഒരുമിച്ചൊരു രൂപമായി നിൽക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. മറുഭാഗത്ത് കോൺഗ്രസ് വളരെ ഒറ്റക്കെട്ടായി ജൂൺ മാസം പകുതി മുതൽ ഈ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. മണ്ഡലം യോഗങ്ങൾ നടത്തി, ബൂത്ത് കൺവെൻഷനുകളും ക്യാമ്പുകളും നടത്തി, 5000-ലധികം വോട്ടുകൾ ചേർത്തി വളരെ സുസംഘടിതമായ ഒരു സംവിധാനമായിക്കൊണ്ട് കോൺഗ്രസ് മാറിയിരുന്നു. കോൺഗ്രസിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് മാറിയിരുന്നു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എതിരഭിപ്രായങ്ങളില്ല. ഇടക്കാലത്ത് ഉണ്ടാക്കിയ ട്രോളി വിവാദം ഒരുപക്ഷെ കൂടുതൽ ഗുണം ചെയ്തത് BJPയും CPMഉം ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ആ ട്രോളി വിവാദം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പിന്നെ അനാവശ്യമായി ഉണ്ടാക്കിയ വിവാദങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് ഗുണം ചെയ്തിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരം ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് ഗുണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് നിലയിലും ഒരു മികച്ച വോട്ട് ഞങ്ങൾ നഗരസഭയ്ക്കകത്ത് ഏകദേശം പ്രതീക്ഷിച്ച അത്രയും തന്നെ കിട്ടി. പിന്നെ ഗ്രാമങ്ങളിൽ നേരത്തെ ഉദ്ദേശിച്ച തലത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 18,000-ൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു ഒരു വിജയമാണ്. എന്ന് മാത്രമല്ല, ഒരു പുതിയ തലമുറയെ പാർലമെൻ്ററി പൊളിറ്റിക്സ് രംഗത്തേക്ക് കൊണ്ടുവരാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ നിയമസഭയ്ക്ക് അകത്ത് എത്തിക്കാൻ വേണ്ടി അതൊരു രാഷ്ട്രീയപരമായ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഒരു യുവ പ്രതിനിധി, ഏത് കാലത്തും KSU പ്രസിഡന്റുമാർക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാർക്കും സീറ്റ് കൊടുക്കാറും അവരെ പാർലമെന്റ് എത്തിക്കാനും ഏത് കാലത്തും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച രാഹുലിലൂടെ കോൺഗ്രസ് ചെയ്തു. ഒരു പുതിയ തലമുറ നിയമസഭയ്ക്കകത്തെത്തി എന്ന സന്തോഷവും അഭിമാനവും കൂടി ഞങ്ങൾക്ക് ഈ കാര്യത്തിലുണ്ട്. പിന്നെ വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്കറിയാം, പോളിംഗ് കുറവായിരുന്നു. ഏകദേശം 1,00,000-ലധികം വോട്ടുകളുടെ കുറവുണ്ട്. എങ്കിൽ പോലും പോൾ ചെയ്തതിൻ്റെ ഏകദേശം 70% വോട്ട് നേടിയിട്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വിജയിച്ചിട്ടുള്ളത്. എതിർപക്ഷത്തുള്ള സ്ഥാനാർത്ഥികൾക്ക്, ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഏകദേശം 2 ലക്ഷവും BJP സ്ഥാനാർത്ഥി ഏകദേശം 1 ലക്ഷവും കിട്ടിയ സമയത്ത് 6 ലക്ഷം വോട്ട്, അതായത് 2 സ്ഥാനാർത്ഥികളെയും കൂട്ടിയതിൻ്റെ ഇരട്ടി വോട്ടിലധികം കിട്ടിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചിട്ടുള്ളത്. തികച്ചും ആധികാരികമായ വിജയം, 4,10,000 എന്ന വളരെ ആധികാരികമായ വിജയമാണ് പ്രിയങ്ക ഗാന്ധി നേടിയിട്ടുള്ളത്. നിജേഷ്, ഈ പാലക്കാടാണല്ലോ എല്ലാവരും ഉറ്റുനോക്കിയത്. പാലക്കാട് എന്തൊക്കെ ഘടകങ്ങളാണ് രാഹുലിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്? പ്രധാനമായും പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? നിജേഷ്, കേൾക്കാമോ? നിജേഷ്, യെസ്, നിജേഷിലേക്ക് വരാം. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, പാലക്കാട് എന്താണ് സംഭവിച്ചത്? പാലക്കാട്
അവസാന നിമിഷം വരെ ഉറച്ച വിജയപ്രതീക്ഷയിൽ ആയിരുന്നു. ചെറിയ ഭൂരിപക്ഷം എങ്കിലും ലഭിക്കും എന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ, സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, അവരൊക്കെ വലിയ വലിയ പ്രതീക്ഷയിലായിരുന്നു. എവിടെയാണ് അടിതെറ്റിയത് ശ്രീ പത്മനാഭൻ? അല്ല, പാലക്കാട് BJPയുടെ ഒരു സിറ്റിംഗ് സീറ്റൊന്നും അല്ലല്ലോ. BJP ഇതുവരെ ജയിച്ചിട്ടില്ലല്ലോ. അതേസമയത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് മുനിസിപ്പൽ ഇലക്ഷനിൽ മുൻതൂക്കം കിട്ടാറുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ BJP ലീഡ് ചെയ്യാറുമുണ്ട്. എന്നാൽ പഞ്ചായത്തുകളിൽ രായിരി പഞ്ചായത്തിൽ UDFും അതേപോലെ മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിൽ LDFുമാണ് ലീഡ് ചെയ്യുക. അത് അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷേ ഇത്തവണ പതിവിന് വിപരീതമായി മുനിസിപ്പാലിറ്റിയിൽ UDF ലീഡ് ചെയ്തു എന്നുള്ള സത്യമാണ്. ഈ ആൻറ്റി ഇൻക്യുംബൻസി എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അതോടൊപ്പം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. പാലക്കാട് BJP ഏറ്റവും അടുത്ത് വന്നത് തന്നെ 3800-ൻ്റെ ഒരു ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടപ്പോഴാണ്. ആ സമയത്ത് BJPയുടെ സ്ഥാനാർത്ഥി ലോക പ്രശസ്തനായ മെട്രോമാനാണ്. ഇന്നിപ്പോൾ മത്സരിച്ചത് BJPയുടെ ഒരു നേതാവ് മാത്രമായിട്ടുള്ള ഒരു സംസ്ഥാന നേതാവും നേരത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായിട്ടുള്ള കൃഷ്ണകുമാർജിയാണ്. അപ്പോൾ ശ്രീധരൻ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു എന്താ പറയുക, വലിയ മനുഷ്യനാണ്, ലോകം അറിയപ്പെടുന്ന ആളാണ്, ഭാരതം മുഴുവൻ പേരുകേട്ട ആളാണ്. അപ്പോൾ ആ ഒരു മുൻതൂക്കം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ എങ്കിലും മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് ഒരു ചിന്തിക്കേണ്ട വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്, അത് തർക്കമൊന്നുമില്ല. പക്ഷേ പാലക്കാട്ട് BJPക്ക് സ്വല്പം വോട്ട് കുറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് അത്ര തന്നെ വോട്ട് ചേലക്കരയിൽ വർദ്ധിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ശതമാനക്കണക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പാലക്കാട് വോട്ട് കുറഞ്ഞപ്പോൾ ചേലക്കരയിൽ വോട്ട് കൂടി. 23,000 വോട്ട് 33,000 വോട്ടായി. പാലക്കാട് 39,000 50,000 എന്നുള്ളത് 39,000 ഏതാണ്ട് 10,000 അവിടെ കൂടിയപ്പോൾ ഇവിടെ 10,000 കുറഞ്ഞു. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് BJP കേരളം ഭരിക്കുന്ന പാർട്ടിയല്ല, MLA ഉള്ള പാർട്ടിയല്ല, പ്രധാന പ്രതിപക്ഷ പാർട്ടിയുമല്ല. അപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അത്ര സുഖകരമായിരിക്കില്ല ഉപതെരഞ്ഞെടുപ്പ്. അല്ലെങ്കിൽ പിന്നെ ശ്രീധരനെ പോലെയോ O. രാജഗോപാലിനെ പോലെയോ ഒക്കെയുള്ള പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കണം. അത് ഒരു ഏറ്റവും കൂടുതൽ ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു നഗര നിയോജക മണ്ഡലമാകുമ്പോൾ പ്രത്യേകിച്ചും. ചേലക്കര ഒരു ഗ്രാമീണ മണ്ഡലമാണ്. അവിടെ കുറച്ചും കൂടിയും ലോക്കൽ കാൻഡിഡേറ്റ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും. അപ്പം ഇത് നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. കാരണം ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ പശ്ചിമ ബംഗാളിൽ 4 മമതാ ബാനർജിയാണ്, 6 4 മമതാ ബാനർജിയാണ് ജയിച്ചത്, ഭരണകക്ഷിയാണ്. കർണാടകയിൽ 3 കോൺഗ്രസ്സാണ് ജയിച്ചത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട UPA സഖ്യം പരാജയപ്പെട്ടു. BJPക്ക് 9-ൽ 7 സീറ്റ് BJPക്ക് കിട്ടി. മധ്യപ്രദേശിലെ എല്ലാ സീറ്റും BJP ജയിച്ചു. രാജസ്ഥാനിലെ എല്ലാ സീറ്റും BJP ജയിച്ചു. ഉത്തരാഖണ്ഡ് BJP ജയിച്ചു. ഗുജറാത്തിലെ ഏക ഉപതെരഞ്ഞെടുപ്പ് BJP ജയിച്ചു. അപ്പോൾ ഇതൊക്കെ സ്റ്റാറ്റസ് കോ നിലനിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ആരാണോ ജയിച്ചത് അവർ തന്നെ ഏതാണ്ട് നിലനിർത്തിയിരിക്കുകയാണ്, 1-2 സീറ്റുകൾ ഒഴികെ. ഒരു സീറ്റ് കർണാടകയിലും ഒരു സീറ്റ് പശ്ചിമ ബംഗാളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഏതാണ്ട് അതേ നിലവാരത്തിലാണ് നടക്കുന്നത്. വലിയ ഒരു വ്യത്യാസമൊന്നും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭാരതത്തിൽ സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്രയിലെ നന്ദദിൽ ലോക്സഭാ സീറ്റ് BJP പിടിച്ചെടുത്തു. പക്ഷെ അത് 2019-ൽ BJP ജയിച്ച സീറ്റായിരുന്നു. 24-ലെ തെരഞ്ഞെടുപ്പിൽ എന്തോ കോൺഗ്രസിന് കിട്ടി. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ സ്ഥാനാർത്ഥിയായ അവിടെ ജയിച്ച MP മരണപ്പെട്ടു. ഇപ്പോൾ അത് തിരിച്ച് BJP തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ ഒരു മാറ്റമൊന്നും എവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ് നിജേഷ്, ഞാൻ നേരത്തെ നിജേഷിനോട് ചോദിച്ചത്, അതായത് രാഹുലിൻ്റെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ
നിങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലിൽ എന്തൊക്കെയാണ്? ഒന്ന്, അച്ചടക്കത്തോടു കൂടിയുള്ള ഇലക്ഷൻ മാനേജ്മെൻറ്റും പ്രവർത്തനവും. രണ്ട്, ഭരണവിരുദ്ധ വികാരം. മൂന്ന്, മറ്റ് പാർട്ടികളിലെ, പ്രത്യേകിച്ചും എതിർ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൊണ്ടുപോയ സരിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയ ഒരു സാഹചര്യം. ജനങ്ങൾ ഇത്തവണ UDFന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു. നഗരസഭയ്ക്കകത്ത് BJPയോടുള്ള ഒരു വലിയ എതിർപ്പ്, ഭരണകക്ഷി എന്ന നിലയ്ക്ക് BJPയോട് ഒരു വലിയ എതിർപ്പ് പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഞങ്ങളൊക്കെ പോയ സമയത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ എതിർപ്പും വോട്ടായിട്ട് മാറി. അങ്ങനെ ഗ്രാമങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് അവിടെ കർഷകരുൾപ്പെടെയുള്ള ആളുകൾ BJPക്കും അതുപോലെ തന്നെ കേരള ഭരണത്തിന് എതിരാണ്. ഇതെല്ലാം കൂടി ഒരു കോമ്പിനേഷൻ അവിടെ വന്നു. പിന്നെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് രാഹുൽ ഒരു യുവ സ്ഥാനാർത്ഥി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. നാളെയുടെ ഒരു പ്രതീക്ഷ, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ലാത്ത, വീടുകൾക്കകത്ത് പരിചയമുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് രാഹുലിന് ഒരു സ്വീകാര്യത, പ്രത്യേകിച്ചും സമര പോരാട്ടങ്ങളിലൊക്കെ വളരെ സജീവമായി നിന്ന രാഹുലിനെ അതിനിടയ്ക്ക് ഒറ്റപ്പെടുത്താനും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാനും അദ്ദേഹം പ്രചരണത്തിന് വരാതിരിക്കാനും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ കേസിൽ കുരുക്കാനുള്ള നീക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് രാഹുലിന് അനുകൂലമായി. പിന്നീട് BJPയും CPMഉം ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ ആ ട്രോളി വിവാദം, നീല ട്രോളി വിവാദം, അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് കോൺഗ്രസിന് ഗുണം ചെയ്തു. അതൊരു രാഷ്ട്രീയപരമായ ഒരു അവിഹിത കൂട്ടുകെട്ടാണ് എന്നൊരു ധാരണ VV രാജേഷും MB രാജേഷും ഒക്കെ ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ ആ ഒരു സ്വകാര്യം പറച്ചിലൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് വലിയ തോതിൽ പ്രതിഷേധമുണ്ടാക്കി. അതെല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആയിക്കൊണ്ട് അതോടൊപ്പം തന്നെ ജൂൺ മാസം പകുതി മുതൽ അവിടെ കോൺഗ്രസിൻ്റെ മണ്ഡല തലത്തിലും ബൂത്ത് തലത്തിലും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി. വോട്ട് ചേർക്കൽ 6000-ഓളം വോട്ടുകൾ പുതുതായിട്ട് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചേർക്കാത്ത വോട്ടുകളൊക്കെ ചേർക്കാനുള്ള ഒരു സംവിധാനമുണ്ടായി. അങ്ങനെയെല്ലാം എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് പാലക്കാട്ടെ വിജയം. ഒരു ആധികാരിക വിജയം. ഷാഫി പറമ്പിൽ നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ഈ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കിട്ടി. ഒരു ആധികാരിക. രജേഷ്, രാഹുൽ മാങ്കുട്ടത്ത് ജയിച്ചപ്പോൾ തെരുവിലിറങ്ങി ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസ് അല്ല, SDPI ആണ്. തീവ്രവാദികളുടെ വോട്ട് രാഹുലിൻ്റെ വിജയത്തിൻ്റെ പകിട്ട് കുറക്കുകയല്ല. നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത്. അതായത് ഒരു ഗ്രീൻ ആർമി അവിടെ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു MLAയുടെ നേതൃത്വത്തിൽ മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള പ്രചരണം ഉണ്ടായി. BJPയുടെ ഒരു പ്രതിനിധി നിയമസഭയിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന തിക്തഫലങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി വോട്ടർമാരെ ഉത്ബോധിപ്പിച്ചു. അത്തരം പ്രചരണങ്ങളിലൂടെ ലീഫ്ലെറ്റ് കൊടുത്തു, പള്ളികളിലടക്കം വിതരണം ചെയ്തു. അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ ആർമി ഇഫക്റ്റ് കൂടി ഉണ്ടായോ മണ്ഡലത്തിൽ? അല്ല, ഈ ഒന്നാം റൗണ്ട് വോട്ടെണ്ണിയ സമയത്ത് കൃഷ്ണകുമാർ മുന്നിലായിരുന്നു, BJPയുടെ ശക്തി കേന്ദ്രം. രണ്ടാം റൗണ്ട് എണ്ണിയ സമയത്ത് BJPയുടെ ശക്തി കേന്ദ്രം നമ്മുടെ കൽപ്പാത്തിയും കൽമണ്ഡപവും ഉൾപ്പെട്ട സ്ഥലത്ത്, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളൊന്നും ഇല്ലാത്ത ഇടത്ത്, അവിടെ രാഹുലിനായിരുന്നു ലീഡ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അവിടെയാണ് കൃഷ്ണകുമാറിൻ്റെ ലീഡ് താഴോട്ട് പോയത്. മൂന്നാം റൗണ്ടിലും രാഹുലിനായിരുന്നു ലീഡ്. നാലാം റൗണ്ടിലാണ് പിന്നെ 4-ലോ 5-ലോ ആണ് കൃഷ്ണകുമാറിന് വീണ്ടും ലീഡ്. അത് കഴിഞ്ഞ തവണ 4000 ചില്ലാനം ഉണ്ടായിരുന്നെങ്കിൽ അത് 2000-ന്റെ താഴേക്ക് വന്നു. പിന്നീട് ഒരു റൗണ്ടിൽ പോലും നഗരസഭയ്ക്കകത്തോ അല്ലാത്തിടത്തോ ശ്രീ കൃഷ്ണകുമാറിന് ലീഡ് നിലനിർത്താൻ സാധിച്ചിട്ടില്ല. അവിടെ ഹിന്ദു വോട്ടുള്ള സ്ഥലത്താണോ മുസ്ലിം വോട്ടുള്ള സ്ഥലത്താണോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കുക. എൻ ബ്ലോക്ക് ആയിക്കൊണ്ട് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമാണ് വോട്ട് കിട്ടിയതെങ്കിൽ, ഇപ്പോൾ പിരാരിയിൽ മാത്രം വോട്ട് കിട്ടി, അല്ലെങ്കിൽ കണ്ണാടിയിൽ കിട്ടി, അല്ലെങ്കിൽ മാത്തൂരിൽ കിട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുക്കാമായിരുന്നു. ഒന്നാം റൗണ്ട് മുതൽ 13-ാം റൗണ്ട് വരെ ഏകദേശം ഏകപക്ഷീയമായി വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ വോട്ടാണ് എന്നൊക്കെ പറയുന്നത് ബാലിശമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും CPM തലേ ദിവസം സന്ദീപ് വാര്യരുടെ പഴയ പ്രസംഗമെടുത്ത് സുപ്രഭാതം പത്രത്തിലും സിറാജ് പത്രത്തിലും മാത്രം പരസ്യമായി അദ്ദേഹത്തിനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന രീതിയിൽ പ്രചരിപ്പിച്ചിട്ടും അങ്ങനെ ഒരു വോട്ട് മുസ്ലിം അനുകൂലികളായ അല്ലെങ്കിൽ സുപ്രഭാതത്തിൻ്റെയും സിറാജ് പത്രത്തിൻ്റെയും വായനക്കാരുടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കേരളത്തിലെ ജനത ബൗദ്ധികമായി ചിന്തിച്ചു തുടങ്ങി എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ സരിനെ ജനം തിരിച്ചറിഞ്ഞു, അതുപോലെ തന്നെ സന്ദീപ് വാര്യർ ഉയർത്തിയ പ്രശ്നങ്ങളെ ജനം തിരിച്ചറിഞ്ഞു.
എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ച ഒരു പൊളിറ്റിക്സ്. അപ്പോൾ ഇന്നലെ വരെയുള്ള ചർച്ചയിലൊക്കെ പറഞ്ഞത് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് ഞങ്ങളൊരു യുണൈറ്റഡ് ഫോമിലേക്ക് മാറി എന്നായിരുന്നു ബി ജെ പി പറഞ്ഞത്. പക്ഷേ ബി ജെ പിക്ക് അകത്തുള്ള അന്തഛിദ്രങ്ങൾ നമ്മൾ അതിലേക്കല്ലേ കുറച്ചുകൂടി പറയേണ്ടത്. നഗരസഭ ചെയർപേഴ്സണെ മാറ്റിയ വിഷയം, ബി ജെ പിക്ക് അകത്തുള്ള പ്രശ്നം, കൗൺസിലർമാർ നേരത്തെ ബി ജെ പിയുടെ കൗൺസിലർമാർ പ്രചരണ രംഗത്ത് സജീവമല്ലാത്ത വിഷയം, ശോഭാ സുരേന്ദ്രൻ വിട്ടുനിന്ന് വന്നു, കെ സുരേന്ദ്രനാണ് നേതൃത്വം കൊടുത്തത് ബി ജെ പിക്ക് അകത്തത്. ഇപ്പം തന്നെ ബി ജെ പിയുടെ ആളുകൾ പറഞ്ഞല്ലോ, ശിവരാജനെ പോലെയുള്ള ആളുകൾ പറഞ്ഞല്ലോ മേൽക്കൂര നന്നാവണമെന്ന്. അപ്പോൾ നമ്മുടെ മുഖം വികൃതമായതിന് കണ്ണാടി എറിഞ്ഞു പൊട്ടിക്കുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയില്ല. ഏതായാലും ഞങ്ങളൊരു തീവ്രവാദി സംഘടനയും വോട്ട് ചോദിച്ചിട്ടില്ല. ആരെങ്കിലും പ്രകടനം നടത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതല്ല. കോൺഗ്രസിന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലായി അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് അവിടെ ജയിക്കാൻ വേണ്ടി ഒരു വർഗീയ കക്ഷിയുടെയും സ്ഥിരാവശ്യമില്ല. SDPI വാർത്താ സമ്മേളനം നടത്തി പിന്നെ SDPIയുടെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്കാണെന്ന് പരസ്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ SDPIയുടെ വോട്ട് വേണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പലതവണ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. നമുക്ക് വർഗീയ ശക്തികളുടെ വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ട എന്നുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിനപ്പുറത്തേക്ക് SDPIയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാനുള്ള ആർജവം രാഹുൽ കാണിച്ചിരുന്നില്ല. മാത്രമല്ല, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമല്ലോ ഇന്ന് രാഹുൽ ജയിച്ചതറിഞ്ഞ് SDPI പ്രവർത്തകർ തെരുവിലിറങ്ങി ആഹ്ലാദം പ്രകടിപ്പിച്ചത്. ബിക്കോസ് അവരുടെ കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടല്ലോ അതിൽ. അല്ല, എന്തായാലും ഹിന്ദു വോട്ടുകളില്ലാതെ മുസ്ലിം വോട്ടുകൾ മാത്രമാണ് രാഹുലിന്റെ വിജയത്തിന് എന്ന് ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞുകൊണ്ടുവന്നാൽ നമുക്ക് കണക്ക് വെച്ച് അതിലേക്ക് കടക്കാം. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, കേരളത്തിൽ ജയിക്കാൻ വർഗീയവാദികളുടെ വോട്ട് വേണ്ട. വർഗീയവാദികളുടെ വോട്ട് വേണ്ട. രാഹുൽ തന്നെ പറഞ്ഞതാണല്ലോ, ഷാഫി പറഞ്ഞതാണല്ലോ, നമ്മൾ തന്നെ കണ്ടതല്ലേ ശ്രീ അനിൽ നമ്പ്യാർ. ഷാഫി പറമ്പിൽ പാലക്കാട്ട് നിന്ന് വടകരയ്ക്ക് വന്ന സമയത്ത് CPM എത്രത്തോളം മോശകരമായ പ്രചരണമായി നടത്തിയത്. അദ്ദേഹത്തെ മുസ്ലിം വർഗീയവാദി എന്ന് പറഞ്ഞു, കാഫിർ സ്ക്രീൻഷോട്ട് വന്നു, നിരന്തരമായി ആക്ഷേപിച്ചു. പക്ഷേ കേരളത്തിലെ വടകരയിലെ മതേതര ജനത ഷാഫി പറമ്പിൽ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. CPMനെ അവിടെ തന്നെ കുളിപ്പിച്ചു കിടത്തി. CPM അവിടെ വേവാത്ത പരിപ്പെടുത്ത് പാലക്കാട്ടേക്ക് കൊണ്ടുവന്നു. പാലക്കാട്ടും ആ പരിപ്പ് വെന്തില്ല എന്ന് പറയുന്നതല്ലേ അതിൻ്റെ ശരി. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് കിട്ടാനോ ഷാഫി പറമ്പിൽ വോട്ട് കിട്ടാനോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കിട്ടാനോ ഞങ്ങൾക്ക് ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് ആവശ്യമില്ല. അത് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഞങ്ങളുടെ, കാരണം പിരായിരി പഞ്ചായത്തിലോ മാത്തൂർ പഞ്ചായത്തിലോ കണ്ണാടി പഞ്ചായത്തിലോ അവിടെയാണല്ലോ നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ പാലക്കാട് ജില്ല ഇതിനകത്ത് നഗരസഭയ്ക്കകത്തുള്ള മേപ്പറമ്പ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ആണല്ലോ നിങ്ങൾ പറഞ്ഞ സംഘടന ഉണ്ട് എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഞങ്ങൾ കാലാകാലമായി വോട്ട് നേടി വിജയിക്കുന്നതാണ്. കഴിഞ്ഞ തവണ 7000-ഓളം വോട്ടുകൾക്ക് 7ാമത്തെ റൗണ്ട് എണ്ണുന്നത് വരെ മുമ്പിൽ നിന്ന ശ്രീധരന്റെ പാർട്ടി BJPക്ക് ഇത് കഴിഞ്ഞില്ല. നേരത്തെ ശ്രീപത്മനാഭൻ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു, പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ അണിനിരത്താൻ BJPക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ പ്രശ്നമായിരിക്കുമല്ലോ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അത് ഇവിടെ പാലക്കാട്ട് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് BJPക്ക് വന്നില്ല എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് BJP ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു പുതിയ തലമുറയെ ഇതിനകത്ത് പാർലമെന്ററി പൊളിറ്റിക്സ് രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏത് കാലത്തും കോൺഗ്രസ് ചെയ്താണ്. എല്ലാ സ്ഥലത്തും മഞ്ചേശ്വരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ പിടിച്ച് ചെങ്ങന്നൂർ മത്സരിക്കുന്ന അതേ സ്ഥാനാർത്ഥിയെ പിടിച്ച് വീണ്ടും വയനാട്ടിൽ നിന്ന് വീണ്ടും അടുത്തൊരു ഇലക്ഷൻ്റെ അവിടെ എന്നൊരു സമീപനമല്ല കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ചില സമയത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമെന്നല്ലാതെ ഒരു തലമുറയെ, പ്രത്യേകിച്ച് KSU പ്രസിഡന്റിനെ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിനെ ഒക്കെ പാർലമെന്ററി രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഏത് കാലത്തും, അത് AK ആന്റണിയുടെ കാലം മുതൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഈ അവസാനത്തെ ഷാഫി പറമ്പിൽ KSU സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്താണ് പാലക്കാട് മത്സരിച്ചത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴാണ് ഇപ്പോൾ രാഹുലിന് ഒരു അവസരം വന്ന് മത്സരിക്കുന്നു. ആ ഒരു രീതിയിൽ കണ്ടാൽ പോരെ. രാഹുലിനെ പറ്റി എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. CPM ഒരു ഭാഗത്ത് വ്യാജ ഇതിനാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞു. ജനം അത് തള്ളി. ഒരു വലിയ വേർഡിക്റ്റ്, ഒരു 18,000-ലധികം വോട്ടുകൾക്ക് ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു നിൽക്കുമ്പോൾ അനിൽ നമ്പ്യാർ ആദ്യം പറഞ്ഞ വാചകം അഭിനന്ദിക്കുന്നു എന്ന വാചകത്തിൽ തന്നെയാണ് അവിടെ മാറ്റ് കൂടുതൽ എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ വിശ്വാസം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയ്ക്കകത്തേക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി കടന്ന് കയറുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു മനസ്സ് ചിന്തിക്കുന്നത് അത് വയനാട് ദുരന്ത സമയത്ത് എടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരെയാണ്. അതിന് മുതലെടുപ്പ് നടത്തിയ കേരള സർക്കാരിന് എതിരായിട്ട് തന്നെയാണ് ഇവിടെ ഇതുള്ളത്. സ്വാഭാവികമായിട്ട് BJPയുടെ അണികൾ പോലും വോട്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം BJPയും CPMഉം തമ്മിൽ ചേർന്ന് നിന്ന് നടത്തിയ ആ സമരം, കൈരളി ചാനലിൻ്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് BJP നേതാക്കന്മാർ തുള്ളിയ ഒരു സാഹചര്യം, VB രാജേഷും AR റഹീമും കൂടി ഒരുമിച്ച് ചേർന്ന് KPM ഹോട്ടലിൽ സ്വകാര്യം പറയുന്ന ദൃശ്യം, ഇതൊക്കെ സാധാരണ ജനങ്ങൾ കാണുന്നതല്ലേ. ആ ജനങ്ങൾ
കാര്യങ്ങൾ സ്വാഭാവികമായ പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇന്ന് BJP നേതാക്കന്മാരുടെ പ്രസ്താവന വരുമ്പോൾ നമ്മൾ കാണുന്നത്. മേൽക്കൂര നന്നാവണം എന്നാണ് പറയുന്നത്, ഞങ്ങളല്ല പറയുന്നത്. അതുകൊണ്ട് BJPയുടെ സംഘടനാ സംവിധാനത്തിനെ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനുണ്ടോ നോക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കോൺഫിഡൻസ് പാലക്കാട് നഗരസഭയുമായി ചേർന്നാണ്. ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട നഗരസഭയെ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ ഒരു പൊളിറ്റിക്സ് അവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ജൂൺ മാസം മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അതിനോട് പിന്നീട് ചേർന്നുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിന്റെ ഒരു വിജയമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകളൊക്കെ പിന്നീട് ആ സ്ട്രീമിലേക്ക് വന്നു കയറിയ സമയത്ത് ജനം സ്വാഭാവികമായി ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു സന്ദീപ് വാര്യരോട് ചേർന്ന് നിൽക്കുന്ന BJPയുടെ ആളുകളൊക്കെ വന്ന് വോട്ട് ചെയ്തത് കോൺഗ്രസിനാവാനാണല്ലോ സാധ്യത. നഗരസഭയ്ക്കകത്ത് അങ്ങനെ ഒരു സാധ്യത, സന്ദീപിന്റെ നിഴൽ പോലും വന്നില്ല, ഡീല് നടത്തി സന്ദീപിനെ പണം കൊടുത്ത് കൊണ്ടുവന്നതാണ് എന്നൊക്കെ കെ സുരേന്ദ്രൻ പറയുന്ന സമയത്ത് BJPയുടെ അണികൾ അങ്ങനെയല്ലല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്. BJPയുടെ ശക്തി കേന്ദ്രത്തിനകത്തല്ലേ രാഹുലിന് വോട്ട് കിട്ടിയിട്ടുള്ളത്. അവിടെ ഏകദേശം 11,000-ഓളം മറ്റോ, എനിക്ക് കൃത്യമായ കണക്കറിയില്ല, എന്തായാലും 10,000-ഓളം വോട്ടുകൾ കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ BJP ആണത് പഠിക്കേണ്ടത്. അതല്ലാതെ BJPയുടെ വോട്ട് കുറഞ്ഞു, SDPI വോട്ട് ചെയ്തു എന്ന് പറയുന്നതിന് ഒരു കോൺട്രാഡിക്ടറി അവിടെ തന്നെ ഉണ്ടല്ലോ. BJPയുടെ വോട്ട് നഷ്ടപ്പെട്ടു, അതിലെ 90%, 95% വോട്ടുകൾ വന്നു ചേർന്നത് കോൺഗ്രസിലേക്കാണ്. ഒരു 5% പോയിരിക്കുന്നത് CPM സ്ഥാനാർത്ഥിക്കകത്തേക്കാണ്. BJPക്കാണ് അവിടെ നഷ്ടമുണ്ടായിട്ടുള്ളത്. ആ നഷ്ടം വക്കീലിന്റെ അഭിപ്രായം, നിജേഷ് പറഞ്ഞതിൽ വക്കീലിന്റെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട്. യെസ് വക്കീലെ, SDPI പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രണ്ടായിരത്തി 2009 UDF ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി. അവർക്ക് അന്ന് എനിക്ക് ഒന്ന് 16 സീറ്റ് കിട്ടി. അന്ന് കോഴിക്കോട് ശ്രീ MK രാഘവൻ വിജയിച്ചു. അന്ന് ഞാൻ കോഴിക്കോട് നഗരത്തിൽ കണ്ട കാഴ്ച, അന്ന് SDPI ഇല്ല, അന്ന് NDF ആണ്. NDF പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് ഞാൻ കണ്ടതാണ്. അത് പിന്നീട് എവിടെയാണ് ചെന്ന് എത്തിയത്? പിന്നീട് ജോസഫ് മാഷ കൈവെട്ടി, അതിനുശേഷം ഇവിടെ പല റിക്രൂട്ട്മെൻറ്റ് നടന്നു, ISISലേക്ക് ആൾ പോയി. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച സമയത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്ക് പല സഹായങ്ങളും കിട്ടി. ഇവരുടെ പ്രവർത്തനം കേരളം മുഴുവൻ വ്യാപിപ്പിച്ചു. പിന്നീട് പലതരത്തിലുള്ള അക്രമ സംഭവങ്ങളുണ്ടായി. അത് അവസാനം 2022 കേന്ദ്ര സർക്കാർ ഇടപെട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിലും 10-25 ആളുകൾ ഇന്നും ജയിലിൽ കിടക്കുകയാണ്. എവിടെ? തിഹാർ ജയിലിലും നമ്മുടെ എറണാകുളം ജയിലിലുമായിട്ട് അവിടം വരെ എത്തി. അപ്പോൾ 2009 ഞാനിത് കണ്ടിട്ടുണ്ട്, കോഴിക്കോട് നഗരത്തിലൂടെ NDFകാർ പ്രകടനം നടത്തുന്നത് MK രാഘവൻ ജയിച്ചതിൽ. അപ്പോൾ ഇതൊക്കെ ഈ ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് വോട്ടൊക്കെ കിട്ടും, തൽക്കാലം ജയിക്കുകയും ചെയ്യും. പക്ഷേ നാളെ ഇതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. ഇവിടെ കൈവെട്ടിയ കേസ് നമ്മൾ കണ്ടതാണ്, തീവ്രവാദ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്, റിക്രൂട്ട്മെന്റ് നമ്മൾ കണ്ടതാണ്, അവസാനം നിരോധനവും അറസ്റ്റും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഇടയിൽ കേരളത്തിൽ നടന്ന അക്രമ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ശക്തികളുടെ സഹായം തേടുമ്പോൾ, അവരുമായി രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചങ്ങാത്തം സൃഷ്ടിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പാർട്ടി ജയിച്ചാൽ വേറൊരു പാർട്ടി, ആ പാർട്ടിയോ അല്ലെങ്കിൽ ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലോ ഇല്ലാത്ത വേറൊരു പാർട്ടിക്ക് ആഹ്ലാദ പ്രകടനം നടത്തുക, ഇതെന്താ വെള്ളരിക്കപ്പെട്ടനാ? അങ്ങനെ എവിടെയും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് കേരളത്തിന് 2ാം പ്രാവശ്യം, ഞാനിത് കാണുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സത്യം. പിന്നെ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും കോൺഗ്രസ്സുകാർ ഒക്കെ നല്ല അവസ്ഥയിലാണ്. അനിൽ നമ്പ്യാരെ, ഇന്നത്തെ സ്ഥിതി അറിയോ? ഇന്ന് ഒരു വൻ മരം വീണ ദിവസമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായനായ ശരത് പവാർ നിലംപതിച്ചു. എത്ര സീറ്റാ അറിയോ? 10 സീറ്റ്. 84 വയസ്സ്. ഇനിയൊരു യുദ്ധത്തിന്, ഇനിയൊരു അംഗത്തിനുള്ള ബാല്യമില്ല. 10 സീറ്റിലേക്ക് ചുരുങ്ങി. മുംബൈയിൽ ഞാൻ മനസ്സിലാക്കിയത് കോൺഗ്രസിന് കിട്ടിയത് 2 സീറ്റാണ്. ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന ഓഗസ്റ്റ് ക്രാന്തി മൈതാനം സ്ഥിതി ചെയ്യുന്ന മുംബൈയിൽ കോൺഗ്രസിന് 2 സീറ്റാണ്. 15 സീറ്റാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്. ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം ഇല്ലാണ്ടായി. ശരത് പവാർ വീണു. കോൺഗ്രസിന് ഒരു 10% സീറ്റ് പോലും ഇല്ല. ഇതാണ് അവസ്ഥ. പിന്നെ ജാർഖണ്ഡിൽ അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിയുടെ സഹായത്തോടെ ചില്ലറ സീറ്റ് കിട്ടിയിട്ടുണ്ട്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനത്ത് കോൺഗ്രസ് എന്ന, അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ച മുംബൈ നഗരവും നാഗപ്പൂരും ഒക്കെ സ്ഥിതി ചെയ്ത മഹാരാഷ്ട്രയിൽ നിന്നും കോൺഗ്രസ് അപ്രത്യക്ഷമാവുകയാണ്. പതുക്കെ കോൺഗ്രസ് അപ്രത്യക്ഷമാവുകയാണ്. രണ്ട് കോൺഗ്രസും, ശരത് പവാർ കോൺഗ്രസും യഥാർത്ഥ രാഹുൽ ഗാന്ധിൻ്റെ കോൺഗ്രസും. ആകെ രക്ഷപ്പെട്ടത് ഞങ്ങളെ കൂടെ നിൽക്കുന്ന അജിത് പവാറിൻ്റെ കോൺഗ്രസ്സാണ്. ബാക്കി രണ്ടും അപ്രത്യക്ഷമാവുകയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ശരത് പവാറിൻ്റെ പതനമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായനായിരുന്നു, അദ്ദേഹം വീണിരിക്കുകയാണ്. അത് മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ വീണപ്പോൾ കൗരവർക്കുണ്ടായ ക്ഷീണം എന്താണെന്നറിയാലോ. അതോടുകൂടി കൗരവർ യുദ്ധം തോറ്റു. അപ്പം ഭീഷ്മ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശരത് പവാർ വീണു ഇന്ന്. അപ്പോൾ ഇതാണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ വിഷയം. ഇവരെ ധാരണ, കോൺഗ്രസ്സുകാരുടെ ധാരണ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചാൽ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചാലൊന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇന്ന് ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് BJP. കഴിഞ്ഞ തവണ BJPക്ക് ക്ഷീണം തട്ടിയ ഉത്തർപ്രദേശിലൊക്കെ. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചിത്രം വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദി അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഡൽഹിയിലെ BJP ഓഫീസിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. മാധ്യമ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങയുടെ ചാനലും അങ്ങോട്ട് ഇപ്പോൾ ശ്രദ്ധ മാറ്റും. തീർച്ചയായും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് രാജ്യം കാതോർക്കുകയാണ്. കാരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം, രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം നടക്കുന്ന സംസ്ഥാനം, രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനത്ത് മൃഗീയ ഭൂരിപക്ഷം, ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം, അതായത് 233 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് സഖ്യത്തിന് 50 സീറ്റ് തികച്ചില്ല. അപ്പം ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നന്ന് എന്ന് ഞങ്ങൾക്ക് ഈ കോൺഗ്രസ്സുകാരോടും ഇന്ത്യ സഖ്യക്കാരോടും പൊതുവായിട്ട് പറയാനുള്ളത്. CP ജോൺ കൂടി ചേരുന്നുണ്ട്. CP, വയനാട്ടിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ചെങ്കിലും ഇപ്പോൾ നമ്മുടെ വക്കീൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയ തലത്തിൽ വലിയ അടിയല്ല സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നാമാവശേഷമാകുന്ന അവസ്ഥ. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ നെടുന്തൂണായിരുന്ന ശരത് പവാർ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അങ്ങനെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് അഭിമാനിക്കാവുന്ന എന്തെങ്കിലും ഒരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ലഭിച്ചിട്ടുണ്ടോ? അതിൽ അഭിമാനകരമായ വിജയമെന്ന് പറയുന്നത് വയനാട്ടിൽ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ വിജയം നല്ലൊരു വിജയമാണ്. കർണാടകത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും വിജയിച്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ജയിച്ച സ്ഥലത്ത് നിന്നും വിജയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ജനതാ പാർട്ടിയുടെ ജയമുണ്ടായ സ്ഥലങ്ങളിൽ കോൺഗ്രസ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ്, പിന്നെ കേരളത്തിലടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ. അതിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ 3 സംസ്ഥാന തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതിൽ ജാർഖണ്ഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ട വന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ അവിടുത്തെ ജാർഖണ്ഡ് മുക്തി മോർച്ച വീണ്ടും കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി തിരിച്ചു വന്നു. ഹരിയാനയിൽ ഒരു ഫോട്ടോ ഫിനിഷാണെന്ന് കരുതിയെങ്കിലും അവരുടെ നില കോൺഗ്രസ് മെച്ചപ്പെടുത്തി ഹരിയാനയിൽ. പക്ഷേ കോൺഗ്രസ്സിനെ എക്സിറ്റ് പോളുകളിൽ പറഞ്ഞ സീറ്റുകൾ കിട്ടിയില്ല. യഥാർത്ഥമായൊരു പരാജയം ഇന്ത്യ മുന്നണിക്ക് സംഭവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകുമെന്ന് ആരും കരുതിയിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ട്രാൻസിഷൻ ടൈമാണ് മഹാരാഷ്ട്ര പോളിറ്റിക്സിൽ. അതിന് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷണം ചെയ്താൽ എങ്ങനെയാണ് BJP ഈ വിജയം കാർവ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ ചെത്തി മിനുക്കിയെടുത്തതെന്ന് ചോദിച്ചാൽ, ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നിരുന്ന ശിവസേനയെ 2ആക്കി. അതേപോലെ തന്നെ ശരത് പവാറിൻ്റെ NCPയെയും 2ആക്കി. അങ്ങനെ പ്രാദേശിക പാർട്ടികളെ വെട്ടി നുറുക്കി 2ആക്കി. ഒപ്പം കൂട്ടിയത് കൊണ്ട്
BJPക്കുണ്ടായ വിജയമാണെന്ന് BJPയും മറന്നുപോരുത്. പക്ഷേ അങ്ങനെ എടുക്കുന്നതൊക്കെ രാഷ്ട്രീയത്തിൽ പിന്നെ എത്ര ആർക്കൊക്കെ അപ്രിയമാണെങ്കിലും അസാധാരണമായ കാര്യവുമല്ല. അപ്പോൾ BJP ആ തരത്തിൽ പ്രാദേശിക കക്ഷികളെ ഭിന്നിപ്പിച്ച് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞാനിതിൽ കാണുന്ന പൊളിറ്റിക്കൽ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മാനിഫെസ്റ്റോ, കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയ്ക്ക് അടിസ്ഥാനത്തിലാണ് 99 ലോക്സഭാ സീറ്റുകൾ കിട്ടിയത്. ആ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അതിനോട് കടപിടിക്കാവുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാനിഫെസ്റ്റോ, പ്രത്യേകിച്ചും ജാർഖണ്ഡിൽ പിന്നോക്ക വിഭാഗങ്ങൾ പട്ടികവർഗ പാർട്ടിയാണ് മുന്നോട്ട് നിൽക്കുന്നത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പറഞ്ഞോ എന്നത് എനിക്ക് സംശയമാണ്. ഞാൻ അവിടെ പോയി പ്രവർത്തിക്കുന്ന ഒരാളല്ല, നിങ്ങൾക്കറിയാം, വാർത്തകൾ കാണുന്നതേ ഉള്ളൂ. മഹാരാഷ്ട്രയാണെങ്കിൽ പഴയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ, അംബേദ്കറുടെ, അതുപോലുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ എല്ലാം തന്നെ ഒരു വലിയ ശക്തി സ്രോതസ്സാണ്. അപ്പോൾ അവിടെയൊക്കെ ശിവസേനയ്ക്ക് ഇണങ്ങുന്ന രാഷ്ട്രീയം ആണോ പറഞ്ഞത്, അല്ലെങ്കിൽ മറാഠ കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടിയായ NCPക്ക് ഒരു വിഭജനമുണ്ടായി, രണ്ട് പാർട്ടികളും ഭിന്നിപ്പുണ്ടായി, അവർക്ക് ഡിസ്റ്റർബൻസ് വരാത്ത ഒരു മുദ്രാവാക്യമാണോ പറഞ്ഞത് എന്ന് കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഹരിയാനയിൽ ഇപ്പോൾ നമ്മുടെ ഗുസ്തി താരങ്ങളെയൊക്കെ മുന്നിൽ നിർത്തി, അവരെയൊക്കെ നിർത്തുന്നതിൽ തിരക്കണമൊന്നുമില്ല, അവരൊക്കെ നല്ല ഒരു ലോക പ്രസിദ്ധരായ ആളുകളാണല്ലോ. പക്ഷേ രാഷ്ട്രീയത്തിൽ അത്തരം പ്രസിദ്ധികളല്ല. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ നമ്മുടെ സാമൂഹ്യ നീതിയുടെ യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങളിൽ ഊന്നിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പറയുന്നതിൽ ഹരിയാനയിലും അതുപോലെ മഹാരാഷ്ട്രയിലും കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ അവരുടെ മുന്നണി പുറകോട്ട് പോയോ എന്നതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയം, അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയം അവരും അവരല്ലാത്തവരുമായ മുഴുവൻ മതേതര വിശ്വാസികളുടെയും രാഷ്ട്രീയമായി വളർത്തിയെടുക്കുക എന്ന രാഷ്ട്രീയ പ്രവർത്തനം വളരെ ശ്രമകരമായൊരു പണിയാണ്. ആ പണി ചെയ്തോ എന്ന്, ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണല്ലോ പ്രിയങ്ക. ഇവിടെ LDFൻ്റെ അവിടുത്തെ വോട്ട് പെർസെൻറ്റേജ് 4 ലക്ഷം ഭൂരിപക്ഷം കിട്ടിയെന്നുള്ളതല്ല, 20% ചുരുങ്ങി, 21% ചുരുങ്ങി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഒരിക്കലും 35% കുറഞ്ഞ ഒരു പെർസെൻറ്റേജ് അവർക്ക് അങ്ങനെ വരാറില്ല. ഇപ്പം കഴിഞ്ഞ പാലക്കാട് തന്നെ 25, 28 അങ്ങനെയൊക്കെയുള്ള പെർസെൻറ്റേജ്, ഇപ്പം 25 sub 25, ഏതാണ്ട് 5-1 വോട്ടാണ്. എന്തോ സത്യൻ മൊകേരിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആൾക്കാരുണ്ടായിരുന്നില്ല എന്ന്. ആ പോസ്റ്റ് ഒട്ടിക്കാൻ ആളുണ്ടായില്ല. അപ്പോൾ സത്യൻ മൊകേരി നല്ലൊരു മനുഷ്യനാണ്, രാഷ്ട്രീയത്തിൽ ഒരു ചീത്തപ്പേരുണ്ടാക്കാത്ത ഒരാളാണ്. പക്ഷെ ആ സത്യൻ മൊകേരിയെ കൊന്നു, അല്ലെങ്കിൽ CPIയെ തകർത്തു. അപ്പോൾ CPI എന്തിനാണ് ഈ ഇടതുമുന്നണി നിൽക്കുന്നതെന്ന് അവർക്ക് ആലോചിച്ച് തുടങ്ങാവുന്നേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഫോളോ ഔട്ട്. രണ്ടാമത്തത് പിന്നെ പാലക്കാടാണ്. പാലക്കാട്ട് ഇപ്പോൾ നമ്മൾ പാലക്കാട് പട്ടണം, പിരായിരി, കണ്ണാടി, മാത്തൂർ, ഇങ്ങനെയാണ് അവിടുത്തെ, അല്ലെങ്കിൽ മാത്തൂർ കണ്ണാടി, അങ്ങനെയാണ് അവിടുത്തെ ബൂത്തുകളുടെ വിഭജനം. 180 ബൂത്തിൽ 104 ബൂത്തും മുനിസിപ്പാലിറ്റിയിലാണ്. ആ 104 ബൂത്തുള്ള മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ളത് 16,137 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബൂത്തിൽ ഏതാണ്ട് 150, 160, ചില ബൂത്തിലേക്ക് 25 വോട്ടൊക്കെ ഉള്ളൂ. അവിടുത്തെ വെസ്റ്റ് പ്രദേശത്ത്, പടിഞ്ഞാറൻ പ്രദേശത്ത് 25 വോട്ടൊക്കെയാണ് ചില ബൂത്തിൽ ഇടതു മുന്നണിക്കുള്ളത്. പക്ഷേ ആ മുനിസിപ്പാലിറ്റിയിൽ, അതൊരു മുനിസിപ്പൽ ഇലക്ഷൻ അല്ലെങ്കിൽ പോലും, അവിടെ UDF ലീഡ് ചെയ്തു. LDF തകർന്നടിഞ്ഞപ്പോൾ BJPയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് 2000-3000 വോട്ട് മിനിമം ലീഡ് കിട്ടും എന്ന് കരുതിയിടത് ഇത്തവണ ശ്രീധരന് വലിയ വോട്ട് അവിടെ ലീഡ് കിട്ടിയെങ്കിൽ ഇത്തവണ ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം UDF ഉണ്ടാക്കി എന്നുള്ളത് ആ മണ്ഡലത്തിനകത്തുള്ളൊരു കാര്യമാണെങ്കിലും
കേരള രാഷ്ട്രീയത്തിൽ പ്രധാനമായ ഒരു കാര്യമാണ്. പിരായിരി പഞ്ചായത്തിലാകട്ടെ മുസ്ലിം ലീഗിനും എല്ലാവർക്കും കോൺഗ്രസിനും ഒരുപോലെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ 8000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം സ്ഥാനത്തേക്ക് പോയി. NDAയും UDF തമ്മിലുള്ള വ്യത്യാസം 8000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അവിടെ ഏതാണ്ട് 5000 ചില്ലാനം വോട്ടാണ് LDFന് കിട്ടിയിട്ടുള്ളത്. എന്നാൽ കണ്ണാടിയിലും ആ കൂട്ടത്തിൽ ഈ പിരായിരിയിൽ കണ്ണാടിയിലും ശക്തികേന്ദ്രമായ പിരാരിയിൽ 10,000-ൽ പരം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടില്ല ഇപ്രാവശ്യം. അല്ല, 10,000 വോട്ട് പോൾ ചെയ്തില്ല എന്നുള്ള 73% വോട്ട് പിരായിൽ പോൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വോട്ടും ഒരു ഇലക്ഷൻ വോട്ട് പോൾ ചെയ്യില്ല. ഞാനതിൻ്റെ ക്ലോസ് മോണിറ്റർ ചെയ്ത ഒരാളാണ്. പക്ഷെ 8000 വോട്ടാണ് അവിടുത്തെ മെജോറിറ്റി, മറക്കരുത്. പിരായില് 8000 വോട്ട് മെജോറിറ്റി. പാലക്കാട് പിരായിരിയും തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ പഴയ ഒരു കണക്ക് ശ്രീധരൻ മത്സരിച്ചപ്പോൾ. അപ്പോൾ പിരായിരിയിൽ 8000 ലീഡ് ചെയ്തു. അതേപോലെ തന്നെ പാലക്കാടും ആയിരക്കണക്കിന് വോട്ട് ലീഡ് ചെയ്തു. കണ്ണാടിയിലും മാത്തൂരും നേരിയ വോട്ട് 400-500 വോട്ടുകൾ LDF ലീഡ് ചെയ്തു. അവിടെയും സ്വാഭാവികമായിട്ടും NDA ആയിട്ടുള്ള BJP ആയിട്ടുള്ള ലീഡ് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കേവലമായി രാഹുൽ മാക്കൂട്ടത്തിൽ ജയിച്ചു എന്നുള്ളതല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന RSSൻ്റെയും BJPയുടെയും ശക്തി കേന്ദ്രത്തിൽ ഗൗരവമായ തിരിച്ചടി ഉണ്ടാവുകയും അവർക്കാകെ 39,000 വോട്ട്, 50,000 വരെ വോട്ട് പോകാവുന്നതാണ്, 39,000 വോട്ടിലേക്ക് അവർ താഴ്ന്നു. ചേലക്കരയിൽ തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെട്ടു, UDF പരാജയപ്പെട്ടെങ്കിലും ഒരു മിനിറ്റ്, CP വരുന്നതിന് മുമ്പ്, CP ചേലക്കരയിലേക്ക് പോകുന്നതിന് മുമ്പ് 1 മിനിറ്റ്. അപ്പോൾ CP വരുന്നതിന് മുമ്പ് അക്കാര്യം ചർച്ച ചെയ്തിരുന്നു. നിജേഷിനോടും അതുപോലെ ശ്രീ പത്മനാഭനോടും ഞാൻ ചോദിച്ചിരുന്നു. പാലക്കാട് അപകടകരമായിട്ടുള്ളൊരു രാഷ്ട്രീയം കൂടി കളിച്ചില്ലേ UDF? അതായത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു, മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള പ്രചാരണം നടത്തി. പാലക്കാട് നിന്ന് BJPയുടെ പ്രതിനിധി നിയമസഭയിലേക്ക് പോയാൽ ഉണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള രാഷ്ട്രീയം കളിച്ചില്ലേ? ഞാൻ അപകടകരം എന്ന് പറയാൻ കാരണം നിരോധിത സംഘടനയായ രാഷ്ട്രീയ രൂപം SDPIയുടെ വോട്ടുകൾ ലഭിച്ചു. മാത്രമല്ല, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയം ആദ്യമായി തെരുവിലിറങ്ങി ആഘോഷിച്ചത് SDPI പ്രവർത്തകരാണ്. പാലക്കാട് മണ്ഡലത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് SDPIക്കാർ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ പറയുമ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവർ നമുക്ക് വോട്ട് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ മാത്രമല്ല, അവിടുത്തെ വ്യക്തികളും ഗ്രൂപ്പുകളും മതവിഭാഗങ്ങളുമൊക്കെ ഒരു വലിയ അപകടം RSSൽ കണ്ടാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുൾഡോസർ വെച്ച് ഇടിച്ച് തകർക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ബുൾഡോസർ ഉപയോഗിക്കാൻ പാടില്ല, ഒരു കുറ്റവാളിയുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കാൻ പാടില്ല. പണ്ട് അടിയന്തരാവസ്ഥയിൽ തുർക്കമാൻ ഗേറ്റ് ഉണ്ടായിട്ടുള്ളത് BJPയും പറഞ്ഞിട്ടുണ്ട്. അന്ന് BJP അല്ല, ജനസംഘമാണ്, അല്ലെങ്കിൽ ജനതാ പാർട്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മണിപ്പൂരിൽ തീ അണയുന്നില്ല. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അവർ വോട്ടായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആ വോട്ടൊക്കെ BJPക്ക് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അവർ നമുക്ക് വോട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സന്ദീപ് വാര്യർ എന്ന BJPയുടെയും RSSൻ്റെയും പ്രവർത്തകൻ നമ്മുടെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സരിൻ വന്ന പോലെയല്ല, കോൺഗ്രസ് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു. ആ സമയത്ത് LDF ചെയ്ത പ്രവർത്തനത്തെ നിങ്ങൾ വിമർശിക്കുന്നില്ല. അവർ സുപ്രഭാതം എന്ന പത്രത്തിലും സിറാജ് എന്ന പത്രത്തിലും അവർ കൊടുത്തിട്ടുള്ള പരസ്യങ്ങൾ, ആ പരസ്യം കറകളഞ്ഞ വർഗീയതയായിരുന്നു. അതായത് ഒരാൾ വർഗീയത പറഞ്ഞെങ്കിൽ ആ വർഗീയത പണം കൊടുത്ത് ഞാൻ പരസ്യപ്പെടുത്തുമ്പോൾ ഞാൻ ആ വർഗീയതയുടെ പക്ഷം ചേരുകയാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വേറെ ആൾ പറഞ്ഞ വർഗീയത പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ വർഗീയ കാർഡ് കളിച്ചത് വാസ്തവത്തിൽ ഞാൻ ഇപ്പോൾ പറയുന്നതുകൊണ്ട് എനിക്കൊരു മടിയില്ല, BJPയേക്കാൾ വർഗീയ കാർഡ് പാലക്കാട് കളിച്ചത് LDF ആണ്. ആ LDFൻ്റെ കളി അവർക്ക് ഒരു പ്രയോജനവും ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് ദയനീയമായ 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു.
അവരുടെ പട്ടണത്തിലെ അവരുടെ സ്വാധീനം അങ്ങേയറ്റം ദുർബലമായി 2 പഞ്ചായത്തുകളിൽ അവർ പിടിച്ചു നിന്നു. ഒരു പഞ്ചായത്തിൽ, പിരായിരി പഞ്ചായത്തിലും അവർ ദയനീയമായ നിലയിൽ ഒറ്റപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഇതുകൊണ്ട് ഞങ്ങളിപ്പോൾ UDFകാർ തുള്ളിച്ചാടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളെല്ലാം ജയിച്ചു എന്നുകൊണ്ട് തുള്ളിച്ചാടാൻ ഞാനില്ല. മറിച്ച് വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു സെക്കുലർ ഫാബ്രിക് ശക്തമാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം എന്ത് വൃത്തികെട്ട കളിയും കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരോട് സംസാരിക്കണം. നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ BJP പോലും ഈ BJP ഇപ്പോൾ അവിടെ വലിയൊരു വർഗീയ കാർഡ് കളിച്ചു ഞാൻ പറഞ്ഞില്ലല്ലോ. അവരുടെ ഒരു നേതാവ് പുറത്തു പോയി. അപ്പോഴും സാധാരണ നിലയ്ക്ക് സമചിത്തതയാണ് അവിടെ പാലിച്ചത്. അവിടെ വലിയ അടിപിടിയോ ബഹളോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എല്ലാ പാർട്ടികളും ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഈ വർഗീയ കാർഡ് കളിക്കരുത്, അല്ലെങ്കിൽ വർഗീയത ആളിക്കത്തിക്കരുത്. അതുകൊണ്ട് ഇനി വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല പോലെ ഗ്രഹപാഠം ചെയ്യണം. അമിതമായ ആത്മവിശ്വാസം പാടില്ല, എന്നാൽ നല്ല ആത്മവിശ്വാസം വേണം. ഞാനിന്ന് ഫേസ്ബുക്കിൽ എഴുതിയത് കോൺഫിഡൻ്റ്ലി ആൻഡ് കോഷ്യസ്ലി, വളരെ ആത്മവിശ്വാസത്തോടുകൂടെയും എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടെയും മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം. CP ചേലക്കരയെ കൂടി ഒന്ന് പരിശോധിക്കാം. CP അത് പറഞ്ഞ അപ്പോഴാണ് ഞാൻ പാലക്കാട്ടെ ആ അപകടകരമായ രാഷ്ട്രീയം ചൂണ്ടിക്കാണിച്ചത്. അതെ, ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം പരാജയം തന്നെയാണല്ലോ, അല്ലാതെ പരാജയം എന്ന് പറയാൻ പറ്റില്ല. ചേലക്കരയിൽ നമുക്കുണ്ടായ പരാജയം അംഗീകരിക്കുന്നു. പക്ഷേ 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 12,000 ചുരുങ്ങി. ഇപ്പം അൻവർ നിർത്തിയ ഒരു കോൺഗ്രസ്സുകാരൻ, LDFന് ഏകദേശം 20,000 വോട്ടുകളാണ് കോൺഗ്രസിന്റെ പഴയ പാർലമെന്റ് മെമ്പറാണ്. അതെ, എണ്ണത്തിൽ കുറഞ്ഞതാണോ ഭൂരിപക്ഷത്തിൽ കുറഞ്ഞത്? അല്ല, എണ്ണത്തില്. അതായത് 2021 83,415 വോട്ടുകളാണ് കെ രാധാകൃഷ്ണന് കിട്ടിയത്. ഇപ്പോൾ UR പ്രദീപിന് 64,259 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അതായത് ഏകദേശം 20,000 ഡിഫറൻസ്. അതെ, ഏതാണ്ട് 20,000 ആളുകൾ വോട്ട് ചെയ്തില്ല. 20,000 ആൾ വോട്ട് ചെയ്തില്ല. പക്ഷേ ഞങ്ങൾക്കതിലെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. BJP അവർ വോട്ടിംഗ് ശതമാനവും എണ്ണവും കൂട്ടി. അതെ, ഏതാണ്ട് 33,000 വോട്ട് BJPക്ക് കിട്ടി. ശരിയല്ലേ? അതെ, BJPക്ക് 33,000 വോട്ട് കിട്ടി. എന്നാൽ UDF സ്ഥിതി മെച്ചപ്പെടുത്തി. അപ്പോൾ BJP നില മെച്ചപ്പെടുത്തുന്നത് UDFന് അത്ര നല്ലതല്ല. കാരണം ഭരണവിരുദ്ധ വികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. ഗവൺമെൻറ്റിനെതിരായ ഭരണവിരുദ്ധ വികാരം BJPയും UDFുമായി ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ UDFന് LDFന് തോൽപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചേലക്കര നമുക്ക് ഒരുപാട് പാഠം തരുന്നുണ്ട്. അതേപോലെ തന്നെ വയനാടും പാലക്കാടും നമുക്ക് വലിയ ആത്മവിശ്വാസവും തരുന്നുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസവും നല്ല രാഷ്ട്രീയ പാഠവും നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളെ ഞാൻ കാണുന്നത്. ഓക്കെ. അഡ്വക്കേറ്റ് അസ്കർ എത്തിയിട്ടുണ്ട്. അസ്കർ, ഞാൻ വരാം. അഡ്വക്കേറ്റ് അസ്കർ, സിറ്റിംഗ് സീറ്റായ ചേലക്കര നിലനിർത്താൻ LDFന് സാധിച്ചു. പക്ഷേ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏകദേശം 20,000 വോട്ടുകളുടെ ചോർച്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് എനിക്ക് തോന്നുന്നു 1000-നകത്ത് വോട്ട് കൂടുതൽ സരിൻ പിടിച്ചിട്ടുണ്ട് 2021 താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ വലിയ പ്രതീക്ഷയിലായിരുന്നു, പാലക്കാട് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഡോക്ടർ P സരിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും. എന്താണ് സംഭവിച്ചത്? അതില് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയം ഒറ്റുനോക്കിയ ഒരു മണ്ഡലമായിരുന്നു. ഒരുപക്ഷെ UDFും LDFും ഏറ്റവും പരമപ്രധാനം എന്ന് കരുതിയത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടായിരുന്നില്ല, ചേലക്കരയായിരുന്നു. ചേലക്കര ഒരുപക്ഷെ UDFന് അനുകൂലമായി ചിന്തിച്ചിരുന്നു എങ്കിൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്ന അർത്ഥത്തിലേക്ക് അത് വ്യാഖ്യാനിക്കാൻ കഴിയുകയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിനും അതിനുശേഷം വരാമെന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിർണായകമാകാവുന്ന ഒരു വിധിയായിരുന്നു. ഒരുപക്ഷെ ചില അനുഭവ പാഠങ്ങൾ ചേലക്കരയിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് ഇടതുപക്ഷത്തിന് കൂടി ഉണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിൽ എനിക്കൊരു മടിയില്ല. കാരണം ചേലക്കര എന്ന് പറയുന്ന ഇടതുപക്ഷ കോട്ടയിൽ
ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ ലഭിച്ചില്ല. ഒരുപക്ഷെ സഖാവ് കെ രാധാകൃഷ്ണന് ലഭിക്കുമായിരുന്ന ഭൂരിപക്ഷം എന്തുകൊണ്ട് സഖാവ് യു ആർ പ്രദീപിന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വ്യക്തിപരമായ ബന്ധത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം അതിനെ വിലയിരുത്തുന്നതിന്. സഖാവ് കെ രാധാകൃഷ്ണന് ആ മണ്ഡലത്തിലും പ്രദേശത്തും വ്യക്തിബന്ധമുള്ളതും അതുപോലെ അദ്ദേഹത്തിന് സ്വീകാര്യനാകുന്നതും പോലെ മറ്റൊരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ സ്വീകാര്യത ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെയും രാഷ്ട്രീയ പറയുന്നതിന്റെയും ഒക്കെ പരിമിതി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നതുകൂടി ഇടതുപക്ഷം ഈ ഘട്ടത്തിൽ ആലോചിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. മാത്രമല്ല BJP ചേലക്കരയിൽ നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമാകുന്ന മറ്റൊരു സാഹചര്യത്തിലേക്ക് ചേലക്കര മാറുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് ഇതര നിയമസഭാ മണ്ഡലങ്ങൾ മാറുന്നു എന്നതുകൂടി വിലയിരുത്തിക്കൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അത്തരത്തിൽ ബി ജെ പി വോട്ട് വീതം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാ അപകടകരമാവുന്നത്? രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ, ആ പരിഗണനയെങ്കിലും കൊടുത്തൂടെ അഡ്വക്കേറ്റ് അസ്കർ? രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ട്. മഹാരാഷ്ട്രയിലെ വിജയമൊക്കെ കണ്ടല്ലോ താങ്കൾ. അല്ല, മഹാരാഷ്ട്രയിൽ അഭിനന്ദനാർഹമായിട്ടുള്ളൂ. ഇനി 236 സീറ്റ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായി മഹാരാഷ്ട്രയിൽ ഒരു രാഷ്ട്രീയ സഖ്യത്തിന് ലഭിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതൊക്കെ ജനാധിപത്യത്തിൽ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് മരുന്നില്ല. കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര. പക്ഷെ അതിനൊക്കെ ഉപരി ഹിന്ദുത്വ അജണ്ടയ്ക്ക് വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ കണ്ടത്, മേഖലകളിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും. എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് RSS നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനമാണ്. RSS വിദർഭ അടക്കമുള്ള മേഖലകളിൽ നിന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ അടുക്കും ചിട്ടയോടുകൂടി നടത്തിയിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനമുണ്ട്. അത് അങ്ങ് കാണാതെ പോവുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ BJPയുടെ മുന്നണിക്കും ഇത്ര വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല, തുറന്നു സമ്മതിക്കണം. അതുതന്നെയാണ് വസ്തുത. എന്നാൽ അതേ സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ 4 ദിവസങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ 4 ദിവസങ്ങൾ അത് സന്ദീപ് വാര്യർ BJP വിട്ടതിനു ശേഷം പാലക്കാട് നടത്തിയിരുന്നു. അത് എത്രത്തോളം വിജയകരമായി എന്നുള്ളത് കൂടി പരിശോധിക്കണം. RSS സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സത്യം പറഞ്ഞാൽ പാലക്കാട് ഉണ്ടായിരുന്നു. ആ 4 ദിവസത്തെ സംഘടനാ പ്രവർത്തനം പക്ഷെ എത്രത്തോളം ഫലവത്തായി എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇടതുപക്ഷത്തിന് 1.6% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. BJPക്ക് ജയിക്കാൻ കഴിയുമായിരുന്ന ഒരു മണ്ഡലം, ഒരുപക്ഷെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം പോലെ പാലക്കാട് BJPക്ക് ജയിക്കാൻ സാധ്യമായിരുന്ന ഒരു മണ്ഡലം സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടി തന്നെ അവിടെ അപസ്വരങ്ങളും പൊട്ടിത്തെറിയങ്ങളും ആഭ്യന്തര കലാപങ്ങളും രൂപപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയിലേക്കാണ് നഗരസഭ കേന്ദ്രീകരിച്ചു പാലക്കാട് നഗരസഭയിൽ BJPക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഏറ്റവും പരമപ്രധാനമായി പരമ്പരാഗതമായി BJPക്ക് ലഭിച്ചിരുന്ന മൂത്തേത്ത് സമുദായത്തിന്റെ വോട്ടുകൾ, ആ വോട്ടുകൾ ഇപ്പോ അത് ഉദ്ദേശം ഒരു 10,000-ലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമായിരുന്നത് അത് BJPക്ക് ലഭിച്ചില്ല, മറിച്ച് അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയി എന്നുള്ള വസ്തുത അങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. മൂത്താന്തറയിലും വടക്കന്തറയിലും വലിയ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല. അല്ല, മൂത്താന്തറയും വടക്കന്തറയാണ് പിന്നെ BJPയെ സഹായിച്ചത്. അല്ല, BJP ഇൻടാക്ട് ആയിരുന്നു. അല്ല, ആ ടിക് ടാക് തന്നെയായിരുന്നു. പക്ഷേ പാലക്കാട് BJPയുടെ വാട്ടർലൂ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് BJP നേടിയിട്ടുള്ള മുന്നേറ്റങ്ങളെ ആകമാനം പിന്നോട്ടടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായി BJP അതിൽ വിലയിരുത്തും, ആത്മപരിശോധന നടത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം സകല ജാതി മത സംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ചിട്ടുള്ളത്. SDPയെയും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള മത തീവ്ര സംഘടനകളുടെ വോട്ടുകൾ ഇപ്പോ ഈ ഘട്ടത്തിൽ UDFനൊപ്പം നിന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. നിങ്ങൾ ഒട്ടും പുറകിലായിരുന്നില്ല, PDPയുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. PDPക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ PDPക്ക് വലിയ സജീവ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമല്ല. എന്നാൽ പകരം SDPക്ക് 5,000-നും 8,000-നും ഇടയ്ക്ക് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സംഘടനാ സംവിധാനം പാലക്കാട് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. 3,000-ഓളം വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും കൂടി സമാഹരിക്കാൻ പാലക്കാട് കഴിയും. ആ വോട്ടുകളുടെ സമാഹരണം കൃത്യമായി രാഷ്ട്രീയ ബോധത്തോടുകൂടി അത് UDFനൊപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മഹാഭൂരിപക്ഷം ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ ലഭിച്ചിട്ടുള്ള മഹാഭൂരിപക്ഷത്തെ ആ അർത്ഥത്തിൽ വേണം കാണാൻ. കാര്യം അഭിനന്ദനാർഹമായിട്ടുള്ള വിജയമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നേടിയിട്ടുള്ളത്, ഒരു സംശയമില്ല. പക്ഷെ അപ്പോൾ പോലും അങ്ങ് ചോദിച്ച ചോദ്യം നിലനിൽക്കുന്നു. അപകടകരമായ ഒരു രാഷ്ട്രീയ പരീക്ഷണശാല കൂടിയായി
പാലക്കാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. RSSന്റെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ, അല്ലെങ്കിൽ BJPയുടെയും സംഘപരിവാറിന്റെയും പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ഒരു വിഭാഗം വോട്ടുകൾ, SDP-യുടെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മഴവിൽ സഖ്യമാണ് പാലക്കാട്